ഹായ് കൂട്ടുകാരെ, ഞാൻ ഗ്ലോറീസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ ഈ വിൻക പ്ലാന്റ് ഇത് ഒരുമാതിരി ലോങ് ആയി, പക്ഷേ നമുക്കിതിനൊന്ന് ബുഷിയാക്കണം. അപ്പോൾ നമുക്കിതിനെ ഡയറക്റ്റ് പ്രോപ്പഗേഷൻ എങ്ങനെ ചെയ്യണമെന്ന് ഒന്നും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് എൻ്റെ ചട്ടി ചെടി തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് ഓൾറെഡി ഇതിന് ഒരു മുളയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ കുറച്ചുകൂടി ബുഷിയാക്കാനായിട്ട് നമുക്ക് ഈ ഉണങ്ങിയിരിക്കുന്ന കോലൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ഓക്കെ, ഇനി നമുക്ക് ഈ നീണ്ടു നിൽക്കുന്ന കമ്പ് നമുക്ക് ഓരോ കമ്പുകളായിട്ട് സാവകാശം വളച്ച് നമുക്ക് ഈ മണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. കാണാൻ പറ്റുന്നുണ്ടോ? ഈ മണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതുണ്ടോ, നമുക്ക് ഇതേപോലത്തെ ഒരു ആ കമ്പി എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മണ്ണിലേക്ക് ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു പോലുമില്ല. ഇത് നമുക്ക് കമ്പിയോ നമ്മുടെ ഈർക്കിളിയോ അങ്ങനെ എന്തായാലും മതി. ഇതുണ്ടോ, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ശിഖരം ഒടിയാതെ നമ്മൾ നോക്കണം, കാരണം ഇത് ഭയങ്കര ഡെലിക്കേറ്റാണ്. ഇതിൽ വേണമെങ്കിൽ ഇപ്പോൾ കമ്പി കുത്തിവെക്കുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്തിട്ട് നമുക്കതിന് മണ്ണിട്ട് നിറയ്ക്കാം. അപ്പോൾ അത് ഒന്നുകൂടെ ശരിക്കും ഫിക്സായിട്ടിരുന്നോളും. അപ്പോൾ ഇതിനെ ഇതേപോലെ നമുക്ക് വളർത്തിയെടുക്കാം. അപ്പം ഇതിന് അത്രയും നമുക്ക് വളയ്ക്കാൻ പറ്റില്ല. മറ്റേത് രണ്ട് ഇച്ചിരി നീളമുള്ളത് കൊണ്ട് നമുക്കതിനെ വളച്ചെടുക്കാൻ പറ്റി. ഇനി നമുക്ക് അതിനെ ശരിക്കും ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ഇതേപോലെ ചെയ്ത് വെച്ചിരിക്കുന്ന 2 ആഴ്ച മുമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, എന്ത് ബുഷിയായിട്ടായിരിക്കണേന്ന്. നമ്മളിപ്പോൾ അത് വെച്ചു, കുറച്ച് മണ്ണിട്ടു. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം നമുക്കതിനകത്തേക്ക്. അപ്പം നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യാം, ആ മണ്ണിനെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പം നമ്മുടെ ഈ കമ്പ് പൊങ്ങി വരില്ല. ഇത് കണ്ടോ കൂട്ടുകാരൻ, ഞാൻ ഇത് ചെയ്ത് വച്ചിരിക്കുന്നത് ഇങ്ങനെ അത് കണ്ടോ, മണ്ണിനകത്ത് അങ്ങനെ ഉറപ്പിച്ചിരിക്കുവാണ്. അപ്പോൾ ഇത് 2 ചെറുതാണ്. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ തന്നെ അങ്ങ് നിർത്താം. ഇപ്പം നമുക്ക് താഴേന്ന് ഇവിടെ നിന്നൊക്കെ മുളകളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും അത്യാവശ്യമായിട്ടുള്ള ഇതെല്ലാം കിട്ടും. കൂട്ടുകാരെ, അപ്പോൾ ഇതാണ് ഞാൻ 2 ആഴ്ച മുമ്പ് ചെയ്തു വെച്ച വിൻക റോസിൻ്റെ പ്ലാന്റ്. ഇത് കണ്ടോ, ഞാൻ ഇവിടെ നിന്ന് വളച്ചതാണ്, പക്ഷേ അതിൻ്റെ ആ തുമ്പ് നമ്മുടെ ഇത് ഉണങ്ങിപ്പോയിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ്. പക്ഷേ ഇവിടെ നിന്ന് എല്ലായിടത്തു നിന്നും നമുക്ക് പുതിയ കൂമ്പുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളച്ച് വെച്ച വേറെ ഒരു പീസാണിത്. അപ്പോൾ ഞാൻ അതിന്മേ വേര് പിടിച്ചേക്കണം, എടുത്ത് കാണിക്കട്ടോ. കണ്ടോ, അതിന്മേ വേരായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ പയ്യെ അതേപോലെ തന്നെ നമുക്ക് മണ്ണിലേക്ക് ആക്കി കൊടുക്കാം. ഇച്ചിരി മണ്ണിട്ട് മൂടാം. അപ്പോൾ പിന്നെ നമുക്കതിൻ്റെ ആ വേര് മണ്ണിനകത്ത് മൂടിക്കിടക്കും. അപ്പോൾ എൻ്റെ ഇത് ഇഷ്ടമായ കൂട്ടുകാരെ, ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇത് കണ്ടോ, ഇത് ഞാൻ നമ്മുടെ വെജിറ്റബിള്, നമ്മുടെ വീട്ടിലെ എല്ലാ ഇതിൻ്റെ വെജിറ്റബിൾ ഉള്ളി തോലും അതെല്ലാം കൂടി ആയിട്ട് ഉണക്കി പൊടിച്ചു വച്ചിരിക്കുന്നതാണ്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. വേണ്ട, അപ്പോൾ ഇത് നമുക്ക് എല്ലാ സമയത്തും ചീത്തയാവാതെ നമുക്ക് കിട്ടും. കാരണം ഇതിനകത്ത് മുട്ടത്തോടെല്ലാം ഉണ്ട്, നമ്മുടെ കിച്ചൺ വേസ്റ്റ് എല്ലാം ഉണ്ട്. അത് ഞാൻ ഉണക്കിയെടുത്തേക്കുന്നതാണ്. അപ്പോൾ അത് നമുക്കിത് കുറച്ചിട്ട് കൊടുക്കാം. എൻ്റെ ചെടികൾക്ക് ഞാൻ സാധാരണ ഈ രീതിയിലാണ് ഇട്ട് കൊടുക്കാറ് കേട്ടോ. അപ്പം നമുക്ക് ഒരു പൂപ്പലും ഒന്നും ഉണ്ടാവത്തില്ല, താനും അവർക്ക് അത്യാവശ്യം എല്ലാ വളം കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ നേരത്തെ പറിച്ച് വെച്ച ആ വേരും കൂടെ നമുക്ക് മണ്ണിനകത്തേക്ക് പോകണം. അപ്പം ഇതായിട്ടുണ്ട്. അപ്പം ഇതുണ്ട് കൂട്ടുകാരെ, ദൂരം നല്ല ബുഷിയായിട്ടായിരിക്കുന്നതല്ലേ. ഇനി താമസിയാതെ ഇനി ഇതിന്മേ ഇനിയിപ്പോൾ ഇവിടുത്തെ സീസൺ ആയേക്കുന്നുണ്ട്. ഇനി താമസിയാതെ ഇതിന്മേ പൂവൊക്കെ ആവാനായിട്ട് പൂവും മുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് എന്തായാലും നമ്മൾ ഇച്ചിരി മണ്ണും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തേക്കണതല്ല. അപ്പോൾ ഇച്ചിരി വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന വേറെ ഒരെണ്ണമാണിത്.
ഇത് കണ്ടോ, ഇതമ്മ പൂവായിട്ടുണ്ട്, കുറേ ശിഖരങ്ങൾ വരുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ പൊക്കുന്നില്ല, കാരണം ഞാൻ അയച്ചിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. അപ്പോൾ വേറെ ആയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇതിന് നമുക്ക് കുറച്ച് മണ്ണൊക്കെ മറ്റേ നമ്മുടെ വെജിറ്റബിളിൻ്റെ ഇതിട്ട് കൊടുക്കാം കേട്ടോ, കുറച്ച് വളം ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിതിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഈ സാധാരണ കുറേ ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഉള്ളിച്ചാക്കിനകത്ത് ഇട്ട് വയ്ക്കും. ഉള്ളിച്ചാക്കിനകത്ത് ഇട്ട് വെച്ചിട്ട് അതിനെ ഞാൻ കുറേ ഉണക്കി കഴിയുമ്പോഴത്തേന് എൻ്റെ ജാറിലിട്ട് ഞാനതിങ്ങനെ പൊടിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ നമുക്കിത് ഇനി ഏത് സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇൻസൈഡ് പ്ലാന്റിനും ഇട്ട് കൊടുക്കാം, ഔട്ട്ഡോറിനും ഇട്ട് കൊടുക്കാം. ഒരു മണമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരെ, അപ്പോൾ ഇനി നമുക്ക് താമസിയാതെ അടുത്ത വീഡിയോ വരെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.